ഇനി പോയാലും തൂങ്ങുവാണ്ടോ ലിപ്റ്റിക് ആവട്ടെ ഇടാൻ എന്റെ നെറ്റില്. ഹായ്. അപ്പൊ നമ്മളെല്ലാരും ഫാമിലി ആയിട്ട് ഒരു സ്ഥലം വരെ പോകാൻ കഴിഞ്ഞിട്ടല്ലേ. സ്ഥലം വെച്ചാല് കർണാടകത്താണ് എന്റെ വീട്ടിലേക്ക്. അപ്പൊ എല്ലാരും ഉണ്ട്. അമ്മയുടെ റെഡി ആയിട്ടുണ്ട്, അമ്മ റെഡി ആയിട്ടുണ്ട്, ജാനീസ് വന്നിട്ടുണ്ട്. ചേച്ചി ആയിനാ എല്ലാരും ഇങ്ങനെ കളിക്കുന്ന വെച്ചാൽ ഇവരെല്ലാം ഡ്രസ് പുറത്തിറങ്ങി കാണിക്കാം. ഓ ശ്രീമായി ഉണ്ട്, റെഡി ആയിട്ടുണ്ട്, ഋത്തിക്ക് റെഡിയാണ്, അതുപോലെ തന്നെ ഞാനും റെഡിയാണ്. അപ്പൊ നമുക്ക് എല്ലാരും കൂടി ഒന്ന് കർണാടകത്തിൽ പോവാ. പക്ഷെ നല്ല രസമുണ്ട്. ഇങ്ങനെ പോവാ നമ്മള് ഇപ്പൊ അങ്ങനെ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുവന്ന്, നമുക്ക് ഇറങ്ങാം. അവരെ ഡ്രസ് ഒന്ന് കാണിക്കണ്ട്, അതാണ് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ചെയ്ത്. ഇല്ല ഇല്ല, ഒരു പരിധി വരെ ബോറുണ്ടാവില്ല, പിന്നെ നോക്കിയിട്ടില്ല. അത് ഇങ്ങനെ എവിടെയും പോകുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം ട്രൈ ചെയ്യാൻ പറ്റും. ചുരിദാർ ഇട്ട് വന്നു. അപ്പൊ ഇവരിലൊന്നും ഞാൻ ഇട്ടാലോ നോക്കി അങ്ങനെ ഇട്ടു. ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ളത്. അമ്മ കൂടി എന്റെ ഒരു പഴയ ജീൻസ് ഉണ്ട്, അത് അമ്മയും കൂടി. സാരി എടുക്കാം മോളെ, മോക്കോ സാരി എടുക്കാം നമ്മളെല്ലാരും സാരി എടുത്തിട്ട് പോവാ. അതെ, ഇഷ്ടമുള്ള പൂക്കളിട്ടല്ലേ ആക്കി കൊണ്ടുവന്നേ. ഇത് സ്ക്രഞ്ചി നമുക്ക് കൈക്കൂടെ തലയിലൂടെ അത് ചുട്ട് വെച്ചിട്ട് ടിവിയില് ഡോറ കാണാൻ പോകും. വരുമ്പോ വന്നിട്ടുണ്ടാവും, എടുത്തിട്ട് മറിച്ചിട്ട് നമ്മള് മുറിച്ച് ഇത് വീഡിയോയിലൊന്നും ചളി. ഇന്ന് ഇപ്രാവശ്യം കർണാടക കുറച്ച് ചളി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പോയാലോ. അപ്പൊ നമുക്ക് കരകൗശല പരിപാടിക്ക് ഭയങ്കര ഇതാണ് കേട്ടാ ശ്രീമായ. സാറ അപ്പൊ നമുക്ക് എന്നാല് വിട്ടാലോ. അപ്പൊ എല്ലാരും കൂടി ഒരു കലകലപ്പായിട്ട് അങ്ങനെ പറയാ, കർണാടകത്തിൽ പോവാ, കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണാം, വീട്ടിൽ പോകാം. ലീനേച്ചിന്റെ കുറവുണ്ട്, ലീനേച്ചി എത്തിയില്ല. ഒന്ന് നോക്കി അങ്ങനത്തോളം യാത്ര ചെയ്യാൻ പറ്റായിട്ടാണ്. ശ്രീമാന്റെ വേഗം എടുത്തിട്ടോ. ശ്രീമായി ഇവളിന്ന് വന്നേ എടുത്ത് കഴിച്ചാൽ പറ്റുന്നേട്ടാ. ഫാമിലി ആ ഒരു യാത്ര പോകുമ്പോ ഒരു ഭയങ്കര ഇതായിരിക്കും. അപ്പൊ നമ്മള് യാത്ര പകുതിക്ക് എത്തിട്ടാ. അപ്പൊ നമ്മള് കൂട്ടുവഴി എത്തി. കൂട്ടുവഴിയല്ലേ? ഇവിടുന്ന് വല്ല തണുപ്പ് ചെറുങ്ങനെ വലിയ ചൂടില്ലാണ്ടായല്ലേ? കാറിന്റെ ഉള്ളിലുള്ള ഗ്ലാസ് അതുണ്ട്. ഓ അതുണ്ട്. അതൊന്നാ അല്ല അതൊന്നാ സംഭവം. ഞാൻ ഇത്രയും മറ്റേ കൂളിംഗ് ഗ്ലാസ് വെച്ചില്ലേ, അപ്പോ ഇത് നല്ല മഴക്കാറ് പോലെ ഉണ്ടേനും. ഇത് ഊരി നോക്കുമ്പോ ഇപ്പൊ വെയിലടിച്ചത് കാണുന്നു. ഇത്ര നേരം മഴക്കാറുണ്ട് പറഞ്ഞെന്ന്. അപ്പൊ ബാക്കില് ചെറിയ ചെറിയ ഭക്ഷണം ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കലാന്ന് വെച്ചാല് രാവിലെ ഒന്നും കഴിക്കാണ്ട് കളിയാന്ന് എല്ലാരും കാണുന്നുണ്ട്. ഇതില് നോക്കിയാട്ടെ രശൂട്ടാ, ഇതും കൊടുക്കറ മോനെ, മോനെ ഇതും കൊടുക്ക. ഞാൻ ഇടുന്ന് ആപ്പിള് മുറിച്ച് എല്ലാവർക്കും വീതം വെക്കും. എനിക്ക് കിട്ടില്ല, അതങ്ങനെയാന്ന്. ബാക്കിന്ന് എല്ലാരും കഴിക്കുന്നില്ല, നേരം ഉണ്ടാവില്ല. അതെ, അതുപോലെ ഞാൻ ഇപ്പൊ മുറിക്കുന്നുണ്ട്, മുറിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് തിന്നാനാകുമ്പോ സ്ഥലം ആദ്യം ഒന്ന് വായിലിട്ടിട്ടേ കൊടുക്കാതെ, അല്ലേ പിന്നെ കിട്ടൂല. ഞാൻ ഏതാ മുതലേ ഇട്ടു, വായിലാദ്യം ഞാൻ ഇട്ടു. അപ്പൊ ഇതാ ഇടുന്ന് കാണുന്നില്ല ഒരാളെ. തൃശൂ എന്നെ പരിപാടി നിങ്ങള് ചിന്ന പരിപാടി. ഹായ് ഒക്കെ, ഹായ് പറ, ഹായ് ഹായ് ഇല്ലേ? അങ്ങനെ നമ്മള് വീണ്ടും പേട്ട ടൗണിലേക്ക് എത്തിയിരിക്കുമെന്ന്. മടിക്കേരി ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. കൊടകിലെത്തുമ്പോൾ തന്നെ സ്പൈസസും അതുപോലെ തന്നെ സ്പൈസസ് കൊണ്ട് പോകുന്ന വണ്ടികളെല്ലാം കാണാൻ തുടങ്ങി. ഇതാ കാപ്പിക്കോട്ടയാണോ അല്ലേ? അപ്പൊ കാപ്പിന്റെ ലോഡാണ് കൊണ്ടുപോകുന്നത്. കാപ്പി ചാക്കിൽ കെട്ടിട്ട് കാപ്പി മുട്ടാന്നാ പറയാ. കാപ്പി മുട്ട അതേടെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളങ്ങനെ പൊന്നമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. പൊന്നമ്മ ഇപ്പൊ ആലമ്പാലടിക്കാണ്.
കവിന്റെ സ്കൂള്. കവിന്റെ കവി പഠിച്ച സ്കൂൾ പഠിച്ചാലോ സ്കൂൾ പോയത്. നമ്മള് ഫസ്റ്റ് ഇവിടെ വന്ന വിനുവിന്റെ കല്യാണം. അതെ, നമ്മള് വിനുവിന്റെ കല്യാണം റെഡിയാണ്. കൊറോണ കാലത്തെ കല്യാണം. ഹലോ വിജു, എന്തല്ല എല്ലാം പറയണം, എല്ലാം പറയണം. നാട്ടിലുള്ള കുട്ടിയല്ലേ, അമ്മ കൊടകിലുള്ളതല്ലേ, അറിയണ്ടേ? മകളു അമ്മ ഇടാ, അമ്മ ഇപ്പുറത്തി വാവാ ഇടാ. എന്റെ തങ്കോ മുട്ട തങ്കോ, എന്റെ മുട്ട തങ്കോ. എന്റെ അമ്മ വരിയടാ, അച്ഛൻ വരി, അമ്മ അല്ല അച്ഛൻ വരി. വെരീഷ് വന്നു, അമ്മ വന്നത്ര. അപ്പ അമ്മ വയറിനറിഞ്ഞു. എങ്ങനെ ഉണ്ടമ്മ? സുഖം തന്നെ. എന്റെ തങ്ങോ അമ്മനെ പോയോ, ഇതിന്റെ ഓർമ്മയില്ലമ്മ. തങ്കം തന്നെ എന്റെ കുട്ടുമാതാ ഇത്. എന്റെ ഡാൻസ് റാണി, ഡാൻസ് എന്റെ ഡാൻസ് റാണി. സുഖം തന്നെ. ഇത് അമ്മ അധികം അങ്ങനെ വലിച്ചു പിടിച്ചാൽ പിന്നെ അമ്മ എന്താ പറയണ്ടേ? അങ്ങനെ അതിനമ്മ നാണു, എനക്കമ്മ ഇതു. അതെ, മക്കള് വരുമ്പോ ഞാൻ അവരെ കൂടെ എനക്ക് വരാണ്ടിരിക്കാൻ പറ്റുമോ? എനക്ക് കാണണ്ടേ? കാണണം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നല്ലതായി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് കാണത്. കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തതാന്ന്. അതെപ്പാ, അതുകൊണ്ട് പോകാൻ നമുക്ക് അങ്ങോട്ട്. ഒന്ന് തൊടണോ ഒന്ന് മുത്തണോ എന്ന് പറഞ്ഞിട്ടുണ്ടായി. ചക്കം വരുന്നില്ല. ഇതെങ്ങനെല്ലാം ആയിട്ട് മെല്ലെ പിടിച്ചു വലിച്ചിട്ട് ഇരുത്തിന്. എങ്ങനെങ്കോ ആസം മാറട്ടെ. പള്ളിമലക്ക് പോയിട്ടില്ലമ്മ, കൊതിച്ചിട്ടേ ഉള്ളൂ പോണം പറഞ്ഞിട്ട്. എന്റെ ദൈവമാണ് 3 നേരവും ഓർക്കുന്ന ദൈവം. എനിക്ക് പോയിട്ട് എത്താനായിട്ടില്ല. അങ്ങനെയാണ് ഞാനും ഉള്ളത്. എനക്കും അത് സാധിച്ചില്ല. എന്റെ കുട്ടികളാകും പോയിട്ട് മക്കള് ചെറിയ കുഞ്ഞുകളെ എടുത്തോണ്ട് പോയിട്ട് എത്തിച്ചല്ലേ, അത്ര മതി. നല്ല സന്തോഷായി ഇവള് ഫോണ് പറയുമ്പോ, പോയിട്ട് വന്ന് പറയുമ്പോ. സ്റ്റെപ്പ് നമ്മൾ കേറിയമ്മ. അതെയാ, ഇപ്പൊ സ്റ്റെപ്പായിരുന്നത്രേ. മുമ്പേ പോയിട്ട് വരുന്നവരല്ല പറയൂ, സ്റ്റെപ്പ് ഒന്നുമില്ല, കുന്ന് കേറിയിട്ട് ഇങ്ങനെ പോണം പറയൂ. ഇപ്പൊ സ്റ്റെപ്പല്ല നല്ല. സുബ്രഹ്മണ്യ ദൈവം പറഞ്ഞാല്, പളനിയാണ്ടിന്ന് പറഞ്ഞാല് എന്റെ കുല ദൈവയത്. മുരുകനോ അത് തന്നെ, സൺമുഖ വേലും അതന്നെ, സ്വാമി വേലും അതന്നെ, പളനിമല ആണ്ടവനോ അതന്നെ. എല്ലാ ദൈവത്തിനും ഒരു പേരാ. എന്റെ കയ്യിലുണ്ട്, ആരെടുത്ത് കൊടുക്കണേ. മുട്ട കാക്ക മോര് കടയാ ആണ് പറഞ്ഞിട്ട് 2 അക്ഷരം ഞാൻ പറഞ്ഞത് മുട്ടയ്ക്ക് കണ്ടിട്ട്. അതൊരു പാട്ടത്ര. മക്കളിരുന്നാലൊന്നും മടി വേദന ആവൂല. അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. എന്റെ കുട്ടിയല്ലേ അല്ല മോനെ, എന്റെ ബാബായിരുന്നു നേരം. കയ്യിൽ രാജായിനി. ടീച്ചർ ഒന്നും പറയണില്ലേ? ഓ, ഇങ്ങനെ മുടി വിട്ടാൽ ടീച്ചർ ഒന്നും പറയില്ല. ഞാൻ ടീച്ചറാവണം. സ്കൂളിൽ ഇപ്പൊ മറ്റന്നാൾ മുതൽ പോയി തുടങ്ങണത്രേ. അന്നേരാന്ന് പറയാ അല്ലെ? മുടി വിളിക്കാൻ നമുക്ക്. അതെ, കൊറേ കുട്ടികൾ ഇങ്ങനെ വെച്ചിട്ട് കാണല്ലോ. മനക്കും ഒരു കൊതി ഇങ്ങനെ എന്റെ മോൻ വെച്ചിട്ട് കാണാൻ വേണ്ടിട്ടേ. അങ്ങനെ കണ്ടിട്ട് അച്ഛൻ കൊതിക്കല. അപ്പൊ ഓൻ പറഞ്ഞു അച്ഛനും വെച്ചിട്ട് കാണാൻ എനിക്ക്. അങ്ങനെ 2 ആൾ അപ്പുറം വെച്ചു. ഓനും വെച്ചു, ഞാനും വെച്ചു. പൊന്നമ്മ ഇറങ്ങട്ടെ എന്നാലേ. ഇറങ്ങുന്ന ഒരാഴ്ചയായിട്ട് വരും നമ്മള്. നേരം കാണാം. ഒരാഴ്ചയായിട്ട് വരാൻ ആവശ്യമുണ്ട്. നേരം വരും. വരും ഒരാഴ്ചയായിട്ട്. കർണാടകത്തിൽ നിന്ന് പറഞ്ഞ ഒരുപാട് ദൂരം പോലെ ഇപ്പം ദൂരേ ഇല്ല. ചന്തക്ക് പോയിട്ട് വന്ന അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ നമ്മൾ വന്ന് ശീലമായി. ബാഗും എടുത്തിട്ട് ചന്തക്ക് പോയിട്ട് വന്ന അങ്ങനെ. എന്റെ മക്കളെല്ലാം വരുമ്പോ നല്ല ഉഷാറായി അങ്ങനെ ഉണ്ട്.
ഇങ്ങനെ തൂങ്ങുന്നതല്ല ഇല്ലാണ്ടായി. ഇനി പോയാൽ തൂങ്ങുമോ എന്തോ. അത് ഇല്ല ഒന്നും വേണ്ട, തൂങ്ങൊന്നും വേണ്ട, വേഗം വരുമല്ലോ. പോയിട്ട് വരുന്ന ഒരാഴ്ചയിൽ വരണേ. എന്നാ ശരി, എന്നാ ഓക്കെ, ബൈ. ഓക്കെ ബൈ. അവളുടെ അമ്മുണ്ട്. ഇതിന്റെ മുകളിൽ പോകുമ്പോ എന്നാ പിന്നെ എല്ലാരോടും അന്വേഷണം പറഞ്ഞേട്ടാ. ലിപ്റ്റിക് ആവട്ടെ ഇടാൻ എന്റെ നെറ്റില്. നമ്മ പോയിട്ട് വരാം. ആ പോയിട്ട് വരുമ്പോ ടാറ്റാ. വെച്ചോ. ആയി ആയി. എന്നാ പേര്? ഹിബ. എവിടെ വീട് നിങ്ങളെ? നാപ്പോക്കിലാ. ഹായ് ഹായ്. നമ്മളെ ഫാമിലീസ് കുറേ ആളുണ്ട്. പെരുന്നാളിന് കറങ്ങി ഇറങ്ങിയതാ? ഓ അങ്ങനെ. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ബൈ, ടാറ്റാ. ഹായ് ഹായ്. അപ്പം നമ്മള് അവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ എന്താ സുണ്ടിക്കുപ്പ മടിക്കേരി സുണ്ടിക്കുപ്പ റോഡിൽ ഈ ഫ്രൂട്ട്സ് കട. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 3-4 ഷോർട്സ് ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വന്നത് ഇവിടെ എന്ന് പറഞ്ഞാലേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. കുറേ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി നമ്മൾ ചെങ്ങായി സർ. ഇവരുടെ പേര് ഒരിക്കലും കൂടി പറയാം. അസർ മുഹമ്മദ്. അസർ മുഹമ്മദ്. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ ഈ അപ്പിലൂടെ പോകുമ്പോൾ നമ്മളെ കുറേ ഫാമിലിയിലെ അംഗങ്ങളുണ്ട്. ഹൈ ബ്രോ. ആ ജ്യൂസെല്ലാം കൊണ്ട് തന്നിട്ടാ നമ്മളെ ഭയങ്കര ഇതായിട്ട് ആ ജ്യൂസെല്ലാം ആക്കി കൊണ്ട് തന്നിട്ടുണ്ട്. താങ്ക് യു ബ്രോ. ഓക്കെ സാറേ. പെരുന്നാൾ ആശംസകൾ. നമ്മളെ കല്യാണം കഴിഞ്ഞ ഭദ്രകാളീശ്വര ടെമ്പിൾ വന്നാല് കവിയുടെ വീട്ടിന് തൊട്ട് മേലെ തന്നെ നമ്മൾ കുറേ പ്രാവശ്യം മേലൊക്കെ വീട്ടിലെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് തിരിച്ചു പോക്കായി. പൂജയുണ്ടാ? നമ്മളങ്ങനെ പേട്ടക്ക് എത്തി. ഇനി നമ്മൾ പേട്ടക്കെന്നൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടാ. മടിക്കേരിന്ന് പേട്ടക്കെത്തി. പേട്ടക്കുന്നതിന് വേറെ സ്ഥലത്തേക്ക് ഗോണിക്കുപ്പയാട്ടാ നമ്മള് പോകുന്നത്. നമ്മള് കൊടകിന്റെ ഉള്ളിലോട്ടാ പോന്നേ. കൊടകിന്റെ ഉള്ളിലെ കുറച്ച് ഭംഗി നമുക്ക് കാണാം. ഇന്ന് മഴക്കാറെല്ലാം ആയിട്ട് ഒരു നേരത്തെ കാർമേഘങ്ങളെല്ലാം നമ്മള് അതെ ഇത് കുറേ കാണാനുണ്ട് കേട്ടോ. നമുക്ക് എന്ത് രസമാണ്. അടിപൊളി. അപ്പൊ അങ്ങനെ ആ പൂവും കണ്ട് നമ്മള് പൂവിനോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ്. ഋത്തിക്കാന്ന് നമ്മളെ ഇതെല്ലാം നോക്കുന്നത് മാപ്പ് 2 പ്രാവശ്യമായി കാട്ടി കയറ്റുന്നത്. നിങ്ങൾ പോകും വഴിയെല്ലാം കണ്ടെത്തി പറയും ഞാൻ. പറയൂ, നിങ്ങൾ എങ്ങോട്ടാ ഇപ്പൊ പോകുന്നത്? നമ്മൾ നേരെ ഒരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ ഇനി 3 മിനിറ്റ് മാത്രമാണ് ഉള്ളത്. നമ്മളെ സ്വന്തം പൊപ്പണ്ണന്റെ സ്ഥലത്താ പോകുന്നത് നമ്മള്. പൊപ്പണ്ണ നമുക്ക് അവിടെ പോയിട്ട് കാണാം. 2 വർഷം മുന്നേ നമ്മള് വന്നല്ലേ? 2 വർഷം ആയില്ലെന്ന് തോന്നുന്നു. ശരി, ഇപ്പൊ നമുക്ക് കുഞ്ഞിനെയും കൂട്ടിട്ട് പോവാം. ഈ എവർഗ്രീൻ കൗണ്ടി റീട്രീറ്റ് ഇതാണ് നമ്മൾ പറയുന്ന സ്ഥലം. എവർഗ്രീൻ കൗണ്ടി റീട്രീറ്റ് എന്ന് പറഞ്ഞാല് ഗോണിക്കൊപ്പക്കാന്ന് വരുക. മെല്ലെ അങ്ങോട്ട് കേറാം. കയറി വന്നിട്ട് നമ്മളിടാം. നൈസായിട്ടൊരു പ്ലേസ് ആണ്. നമ്മൾ പൊപ്പണ്ണ റെഡി ആയിട്ടുണ്ട്. ഹായ് 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 ഹായ്. എങ്ങനെയുണ്ട്? എന്തല്ല സൂപ്പർ സൂപ്പർ സൂപ്പർ. സുന്ദരനായില്ല സുന്ദരനായിന്. സുന്ദരനായില്ല. വൈഫെല്ലാം എടുത്തു. അമ്മയോ വൈഫെല്ലാം എല്ലാരും വരും അല്ലേ? വണ്ടിയുടെ കണ്ണ മേലെ വെക്കാം. റിവേഴ്സ് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് തിരിച്ചിങ്ങോട്ടും പറയുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ്ങിലുണ്ട് ബ്രോ. എന്തുണ്ട് വിശേഷം? ഓർമ്മയുണ്ട് നമ്മളെ? ഓ ഇതില്ലാണ്ട് ഭയങ്കര ഇതാട്ടാ. രണ്ടാമത് വീട്ടിൽ നമ്മൾ വന്നിരിക്കുന്നത് അതാണ് ഒപ്പണ്ണ ബ്രോയുടെ ഒരു ഇത്. നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഡാൻസ് ചെയ്തത്. അതെ, നമ്മൾ ആടി നിന്നേ. ഒരു നായി ഉണ്ടായില്ല നമ്മളെ. വിസ്കി. ഓ അടിപൊളിയാണ്. ഇതുവരെ എത്ര റൂമുണ്ട്? അവിടെ 10 ഉണ്ട്. 10 റൂമുണ്ട്. ആർക്കെങ്കിലും
കൊടകിൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കലുണ്ട്. ഞാൻ മുമ്പ് ഒരു റിസോർട്ട് അങ്ങ് കാണിച്ചിരുന്നു. അതുപോലെ കൊടകിൽ നല്ല എന്താ പറയാ നല്ല സമാധാനത്തിൽ നേച്ചർ അതായത് വെച്ചാൽ അങ്ങനെ ഒരു ഇതാണ്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഈ വീഡിയോ ചിലപ്പോൾ ഫുൾ കാണിക്കാൻ പറ്റുമല്ല, എന്തായാലും നാളത്തെ വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ഫുൾ അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് കാണാനുണ്ട്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ കണ്ട തൊഴിയാൻ പോകാനുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ കുറേ ഹായ് ബ്രോ ഹായ് അപ്പൊ നമ്മള് കുറേ ആക്ടിവിറ്റീസ് പരിപാടി എന്തെല്ലോ ഉണ്ട്. അതുപോലെ തന്നെ പറഞ്ഞാൽ പ്രകൃതിയോട് ഭയങ്കര ഇണങ്ങിയിട്ട് സ്ഥലമാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ അഡ്രസ് എല്ലാം കൊടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഇവർ പറ്റുന്നല്ല, നമ്മൾ ഇഷ്ടത്തിന് വന്നിട്ട് നമ്മൾ പറയുന്നത് അല്ലാണ്ട് ഇവർ പറ്റുന്നല്ല. ഇവർക്ക് പറയേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നു. പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്, കാരണം ഇവിടെ ഇഷ്ടംപോലെ ആൾ വരുന്നതാണ്. ഇപ്പൊ നമ്മൾ വന്നു. ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഈ ഒരു സ്ഥലം കൂടി അടിപൊളിയാണ്. അഡ്രസ് എല്ലാം കൊടുക്കാം. നിങ്ങളൊന്ന് വന്ന് നോക്ക്. നല്ലൊരു ആംബിയൻസ് ആണ്. നൈറ്റ് വാക്ക് നൈറ്റ് വാക്ക് ഒരു പരിപാടി ഉണ്ട് രാത്രി. ഇഷ്ടം കൊണ്ട് നമുക്ക് വന്നാൽ മതിയാവൂല മോനെ, നമുക്ക് എത്ര വന്നാലും മതിയാവില്ല. evergreencounty.com ഇതിന്റെ അടിയിൽ www അവരെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഡീറ്റെയിൽ കാണാൻ പറ്റും. അപ്പൊ ഇനി ഇവിടെ ഉണ്ടാവില്ല അല്ലേ? ഞാന് തപ്പലേ അടിക്കാം. എല്ലാവർക്കും നായിനെ കാണാൻ വേണ്ടിട്ടാണ്. നല്ല സുഖമായിട നടക്കാൻ വേണ്ടിട്ട്. ഓ നല്ല തണുപ്പുണ്ട്. തണുപ്പില്ലേ വേണു? നാട്ടിലിപ്പോ ഭയങ്കര ചൂടായിരുന്നു. ഇതെല്ലാം ഇപ്പൊ വന്നേ സിപ്ലൈന്. മാമാ സിപ്ലൈന് ആവൂ. ഇതില് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ആക്കാം, അവിടെയെങ്കിലും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ആക്കാം. രണ്ടും നിങ്ങൾക്ക് ഇതിന്റെ മുകളിലുണ്ടാ? ആ മുകളിലുണ്ട്. അപ്പൊ പിന്നെ ഒരു റൂം മതിയല്ലോ. ഇതിന് മുകളിൽ സ്ഥലമുണ്ട്, നമുക്ക് നോക്കാലോ. തണുപ്പുണ്ട്. ഉണ്ട് ഉണ്ട് തീയായിട്ടാണ്. ഓക്കേ മാമാ മാമാ കോട അയക്കാടാ. ഇങ്ങനെ ഇരിക്കുവാ.